പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. മീനാക്ഷി. ആ ദാസേട്ടാ, എങ്ങോട്ടാ? ഒരു ഓട്ടമുണ്ട്. പിന്നെ മാധവട്ടൻ ഇന്ന് കട തുറക്കാൻ വൈകുമെന്നാ തോന്നുന്നു. അയ്യോ, രാവിലത്തെ കാര്യങ്ങളൊന്നും ശരിയാക്കാതെയാ ഞാൻ വന്നത്. ദാസേട്ടൻ മാധവേട്ടന്റെ വീട് വഴിയാ പോകുന്നെങ്കിൽ ഒന്ന് പറയാവോ? ഞാൻ അതുവഴിയാണ് പോകുന്നത്. ഇന്നലെ രാത്രി 2 മണിക്ക് മാധവേട്ടൻ്റെ മകൾ ഇന്ദുവിന് സുഖമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോയത് എൻ്റെ വണ്ടിയിലാണ്. തിരിച്ചു വന്നപ്പോഴോ നേരം വെളുക്കാറായി. അയ്യോ, ഇന്ദുവിന് വീണ്ടും സുഖമില്ലേ? എന്തു പറയാനാ, ആ കൊച്ചിന് കൂടെ സുഖമില്ലാതായി. എൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ആ മീനാക്ഷി, കുമാരസ്വാമിയോട് എൻ്റെ അന്വേഷണം അറിയിക്കണേ. എന്തേ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ? കൊള്ളാം, മനഃപൂർവ്വം ഞാൻ വരാതിരിക്കോ? മിക്കവാറും ഓട്ടം കഴിഞ്ഞെത്തുമ്പോൾ പാതിരാത്രിയാകും. കുമാരസ്വാമിയല്ലേ എനിക്കൊരു ജീവിതം തന്നത്. നാളെ ഞാൻ വരാം. നാളെ വണ്ടിക്ക് ഓട്ടവും. ഞാൻ പോട്ടെ മീനാക്ഷി. ശരി, അങ്ങനെ ആവട്ടെ. ആ മാധവേട്ടൻ വരുന്നുണ്ടല്ലോ. മാധവേട്ട, എണ്ണയും തിരിയും വേണം. വിളക്ക് എത്തിച്ചിട്ട് വരട്ടെ. ഓ, മാധവേട്ട, ഇന്ദുവിന് എങ്ങനെയുണ്ട്? കൂടെ പ്രശ്നമാണ് മീനാക്ഷി. എന്റെ മോളെ രക്ഷിക്കാൻ ഇനി കുമാരസ്വാമി തന്നെ വിചാരിക്കണം. സൗകര്യമുള്ളപ്പോ ഒരു ദിവസം ഇന്ദുവിനെയും കൂട്ടി വീട്ടിലോട്ട് വാ. ആ ശരി. ഇരിക്കട്ടെ, കൈനീട്ടല്ലേ. அண்ணே. வணக்கண்ணே. இந்த கணக்கு பார்க்கக்கூடிய குமாரசுவாமிக்கு வீடு இங்கே பக்கம் தானா?
ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അങ്ങോട്ട് പോയി ആരോടെങ്കിലും ചോദിച്ചാൽ മതി. அப்படியா? அப்போ சந்தனத்திரியும் எண்ணெயும் கூட தாங்கண்ணே. ഓ ഓ ഇത് മതിയോ? അനിയ, சொல்லுங்க. ഇന്നലെ രാത്രി 3 മണിയായി പൂജ തീർന്നപ്പോ. ഇപ്പൊ ചെന്ന സ്വാമി എണീക്കില്ല. அப்படியா? எவ்வளவு நேரமானாலும் பரவாயில்ல, அவரை பார்த்துட்டு தான் மறு வேலையை. ഓ ഓ சரி. கடவுளே காப்பாத்துங்க. வணக்கம் சாமி. கும்பிடுறேன் சாமி. എന്താണ് തനിക്ക് മൂലക്കുരുവിന്റെ അസുഖമുണ്ടോ? ഒന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക. ഇല്ല സ്വാമി, ഞാൻ ഉക്കാരേ. വണക്കോണേ. ആ നമസ്കാരം. കുറച്ച് സമയമായോ സ്വാമി? ரொம்ப நேரம் ஆச்சு ஐயா. நல்ல தூக்கம் போல் இருக்கு. തൂക്കമല്ല, യോഗാസനം. സ്വാമി യോഗാസനത്തിലാ. அப்படியா? ആഹാ, പരമേട്ടൻ ഉറങ്ങിയില്ലേ? ഇന്നലെ പോയപ്പോ 4:30 മണിയായി. പിന്നെ എങ്ങനെ ഉറങ്ങാൻ? ആ മീനാക്ഷി വിളക്കൊക്കെ തേച്ച് വെച്ചല്ലോ. എനിക്ക് ചെയ്യേണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, ദേ പാവം കുറേ നേരമായി വന്നിട്ട്. ஆமா. ഇന്ന് സ്വാമിയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. பரவாயில்லண்ணே, நான் வெயிட் பண்ணுறேன். ശരി ശരി ശരി, ചായ കുടിക്കാം. சரி.
സ്വാമി, ചുടലത്തേങ്ങ ഇന്ന് ഉച്ചയ്ക്കേ കിട്ടുള്ളൂ സ്വാമി. കാവുങ്ങും പൂക്കല കിട്ടി. അപ്പോ വെച്ചൂർ പശുവിന്റെ പാലോ? വെച്ചൂർ പശുവിന്റെ പാല് ഇവിടെ എങ്ങും കിട്ടാനില്ല. ജേഴ്സിയുടെ സിന്ധിന്റെയും കിട്ടും. നാടൻ പശുവിന്റെ പാല് തന്നെ വേണം പരമാ. ആ, എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ നാടൻ പശുവിന്റെ പാൽ എത്തിച്ചിരിക്കും. നമ്മുടെ മാധവേട്ടന്റെ മകളുടെ വീട്ടിൽ നാടൻ പശു ഉണ്ടെന്ന് കേട്ടു. മാധവേട്ടന്റെ വീട്ടിലോ നാടൻ പശുവോ? എന്തുവാ ഈ പറയുന്നേ? 10-25 വർഷമായിട്ട് പശുക്കളുമായിട്ട് ഇടപഴകുന്ന എന്നോടാ ഈ പറയുന്നത്. പരമേട്ടനെ ഇന്നലെ ഭഗവാൻ ഇത്തിരി വെള്ളം കുടിപ്പിച്ചെന്ന് കേട്ടല്ലോ. ആരെ പറ്റിച്ചാലും ഭഗവാനെ പറ്റിക്കാൻ പറ്റില്ല പരമാ. സ്വാമി, ഇന്നലെ പൂ വാങ്ങിച്ചിട്ട് ഒരു 150 രൂപ കൊടുക്കാനുണ്ട്. അതാണ് നമ്മളെ ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്മളെ നാറ്റിച്ചത്. മീനാക്ഷി, പഴം കാച്ചിയതുണ്ടെങ്കിൽ ഇവർ കൂടെ കൊടുക്ക്. അയ്യോ, എനിക്ക് വേണ്ട സ്വാമി ഈ പഴം കുറുക്കിയ പാലും അതും ഇതും ഒന്നും. ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, എന്തെങ്കിലും ഇയാളെ ആയിക്കോട്ടെ. കൂടി വിളിച്ചോളൂ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരുന്നോ, ഞാൻ ദാ ഇപ്പൊ വരാം. സ്വാമി, ആദ്യം നിന്റെ മദ്യപാനം നിർത്ത്. മക്കളില്ലാത്ത ദുഃഖം കൊണ്ടാണ് സ്വാമി. നിന്റെ ഭാര്യ കുടിക്കുവോ? ഇല്ല. അത് നന്നായി. അവള് പ്രസവിക്കും, പക്ഷെ അച്ഛൻ വേറൊരാളായിരിക്കും. സ്വാമി, ആദ്യം മദ്യപാനം നിർത്ത്. ശരീരം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം ശുദ്ധിയോടെയും വൃത്തിയോടെയും സൂക്ഷിക്കണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സ്വാമി. മദ്യപാനം നിർത്തണം. യോഗ പരിശീലിക്കണം. ഒരു കുഞ്ഞിക്കാല് കാണാത്തതിൻ്റെ ദുഃഖമാണ് സ്വാമി. പിന്നെ നാട്ടുകാരുടെ പരിഹാസവും സഹികെട്ടു സ്വാമി. അതുകൊണ്ടാ എൻ്റെ കാണപ്പെട്ട ദൈവമാണ് അങ്ങ്. അങ്ങ് പറയുന്നത് എന്ത് ഞാൻ കേൾക്കാം. എൻ്റെ ആയുസ് വേണമെങ്കിൽ അതും. ശരി, ഇപ്പൊ നീ പൊയ്ക്കോ. നിൽക്ക്. നിന്റെ വണ്ടിയിലുള്ളത് വിസ്കിയോ റമ്മോ? രണ്ടും ഉണ്ട് സ്വാമി. അത് രണ്ടും എടുത്ത് അങ്ങ് കളഞ്ഞേക്ക്. പരമാ, അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കണ്ട. അത് നിനക്കുള്ളതല്ല. പറമ്പോണേ. ആ മുരുക, കേറി വാ. വാ. ആ വാ മുരുക, ഇങ്ങോട്ടിരിക്കേ. பரவாயில்லண்ணே, நான் இங்கே நிற்கேன். ആ, பரமோண்ணே, என்ன பண்ணிட்டு இருக்கீங்க? നാളെ കുമാരസ്വാമിയുടെ പൂജയുണ്ട്. ഇത് ഹോമത്തിലുള്ള എരുക്കും വെറ്റിലയാ. എന്താ നീ രാവിലെ? அண்ணே, குமாரசாமிகிட்ட சொல்லி என் விஷயம் கொஞ்சம் சீக்கிரம் முடிச்சு தரக்கூடாதுண்ணே. അത് സ്വാമി വിചാരിച്ചാലും നടക്കൂ. அப்படி சொல்லக்கூடாதுண்ணே. பரமோண்ண நினச்சுன்னா எல்லாமே சீக்கிரம் நடக்கும். എവിടുന്ന്? அண்ணே, பரமோண்ணே, நீங்கள் தண்ணி அடிப்பீங்களாண்ணே? சே, அതൊന്നും வேണ്ട. அண்ணே, உங்களுக்காக ஒரு சூப்பர் ஐட்டம் வீட்டில் வாங்கி வச்சுருக்கேன். അതൊന്നും വേണ്ട മുരുക. அப்படி சொல்லாதீங்கண்ணே. பரமோண்ணே, நல்ல காட்டு தேன் உங்களுக்காக வாங்கி வந்திருக்கேன். என்னங்க? சே முருகா, அതൊന്നും வேണ്ടെന്ന് പറഞ്ഞല്ലേ. வாங்குங்கண்ணே. இந்த காட்டுத்தேன் கிடைக்கிறதுக்கு எவ்வளோ கஷ்டப்பட்டிருப்பேன் தெரியுமா? காட்டுத்தேனுக்கு மதிப்பு தெரியுமா? பரமோண்ணே, பரமோண்ணே, அண்ணே, என்ன ப்ளீஸ் அண்ணே, இதாவது வாங்குங்க. മോളെ, നീ വന്നേ. ഇത് തേനാണേ. കുപ്പി പൊട്ടാതെ അകത്ത് കൊണ്ടുവയ്ക്ക്. ആ മോള് അമ്മയോട് പറ മാമനൊരു ചായ എടുക്കാൻ. பரவாயில்லண்ணே, நான் டீ குடிச்சிட்டேன். மக்கா, உன் பேர் என்னம்மா? அம்மு. நீ எத்தனாம் கிளாஸில் படிக்க? 5ஆம் கிளாஸில். ഒന്ന് പിടിച്ചേ. இல்ல. ആ വാ.
മുരുക ഇന്ന് ഫലം പറയാൻ തോന്നുന്നില്ല സ്വാമി. சாமி இன்னைக்கு தான் வர சொன்னாரு, அதுதான் அடியே. മുരുക വാ ഇരിക്ക്. இல்ல சாமி, ഞാൻ നിൽக்கிறேன். നിനക്ക് ജീവിതകാലം മുഴുവനും നിൽക്കാനേ യോഗമുള്ളൂ. എന്നാ പിന്നെ ഇവിടെ നിൽക്ക്. சாமி சாமி ഞാൻ ഉட்காരുക சாமி, ഞാൻ ഉட்காந்துட்டேன் சாமி. എന്തിനാ പാവത്തിന് ഇങ്ങനെ വരട്ടുന്നേ? പാവം, 2 കെട്ടി 3ാമത് കെട്ടാനായി വരുന്നത്. സ്വാമി അത് പറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. നോക്കാം. പരമോണ്ണേ, ഉങ്ക കുമാരസ്വാമി തണ്ണി അടിക്കുമാ? ഹേയ്, അദ്ദേഹത്തിന് പുകവലിയില്ല, മദ്യപാനവും ഇല്ല, ഒരു ദുശീലവും ഇല്ല. വലിയ യോഗിയല്ലേ? പെരിയ യോഗിയാണ് കേൾവിപ്പെട്ടേൻ. നീങ്ക അവരുടെ ചൊല്ലി ആ വിഷയത്തെ കൊഞ്ചം മുടിച്ചു തരക്കൂടാതെ. നിന്റെ കാര്യം നടക്കണമെങ്കിൽ സ്വാമി തന്നെ വിചാരിക്കണം. എന്നണ്ണേ, സ്വാമിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യറക്ക് താനേ. ഞാൻ വരുമ്പോതെല്ലാം ബ്രാൻഡി കുപ്പിയും കാട്ടുതേനും വാങ്ങിത്താറേ. നിന്റെ കാര്യം ഞാൻ സ്വാമിയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്വാമി നടത്തിത്തരും. ഒരാൾ വന്ന് സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം സ്വാമിക്കറിയാം. അവളും പെരിയ ശക്തി വാய்ந்த ആളാ ഉങ്ക കുമാരസ്വാമി. കുമാരസ്വാമിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? മഹാഗുരു, നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ദൈവം. സ്വാമിയേ, കടവുളേ, കുമാരസ്വാമി.
ഇന്നലത്തെ എഴുന്നള്ളത്ത് എങ്ങനെയുണ്ടായിരുന്നു? ആലോചിക്കുമ്പോ തന്നെ മേല് കുളിര് കോരുന്നു. ഭഗവാൻ ഇന്നലെ ശാന്തനായിരുന്നു. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്തോ കുറച്ച് മാനസിക വിഷമം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അയ്യോ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല. ചോദിക്കാൻ മനസ്സും തോന്നിയില്ല. പിന്നെ നമ്മുടെ മാധവേട്ടന്റെ വീട്ടിൽ ഒരു അകാലമൃത്യു കൂടി സംഭവിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. പറഞ്ഞു കൊടുത്താൽ അനുസരിക്കില്ല, പിന്നെ അനുഭവിക്കട്ടെ. മാധവേട്ടന്റെ മകൾ ഇന്ദുവിന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. കേട്ടില്ല? പിന്നെ നശിപ്പിച്ച ആൽത്തറയും നഗക്കാവും പുനർനിർമ്മിക്കണത്രേ. സർപ്പക്കാവെന്നൊക്കെ പറഞ്ഞ പിന്നെ എന്താ? പ്രകൃതിയുടെ നട്ടല്ലല്ലേ? അതൊക്കെ വെട്ടി നശിപ്പിച്ച് വിറ്റ് കാശാക്കി. ഭൂമി വിറ്റ് കോടികൾ പോക്കറ്റിലാക്കിയിട്ടും ഒരൊറ്റ എണ്ണം രക്ഷപ്പെട്ടില്ല. ഒരുത്തന് ഭ്രാന്തായി, ഒരുത്തൻ മരിക്കുകയും ചെയ്തു. അത് മേടിച്ച അച്ചായന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. പ്രകൃതി സത്യമാണ്. അതിനെ നശിപ്പിച്ചിട്ട് മനുഷ്യന് സുഖമായി ജീവിക്കാനാവില്ല. ആ പിന്നെ പരമേട്ടനെ ഭഗവാൻ പേടിപ്പിച്ചു വിറപ്പിച്ചു. ഭഗവാൻ അമ്പലക്കള്ളാന്ന് വിളിച്ചു. പരമേട്ടൻ ഭഗവാന്റെ കാൽക്കല് വീണ് കരഞ്ഞു. ഇനി ആവർത്തിക്കില്ലാന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു. പിന്നെ സമയം 7 ഇനി ഇരുന്ന എല്ലാം വൈകും. പല്ല് തേച്ചിട്ട് വന്നോളൂ, ഞാൻ കുടിക്കാൻ ഇളനീരെടുക്കാം. சாமி, அந்த பொண்ணுக்கு அப்பா அம்மா அண்ணன் தம்பி எல்லாரும் ஓகே சொல்லியாச்சு. ஆனா அந்த பொண்ணு மட்டும் ஒத்துழைக்க மாட்டாங்க சாமி. നിന്റെ എത്രാമത്തെ കല്യാണോ? எனக்குது 3வது சாமி. അവളുടെയോ? அவளுக்குது முதல் திருமணம். 19 வயசு தான் ஆகுது. சின்ன பொண்ணு. നിനക്കെത്രയായി? 45 അടുത്ത മാസത്തില്. അതായത് നിന്റെ മകളുടെ പ്രായം. இல்ல சாமி, எனக்கு பொம்பளை பிள்ளையே கிடையாது. 3 புலி மாதிரி ஆம்பளை பிள்ளைகள். 45 വയസ്സായ നിനക്ക് 19 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് തരണമല്ലേ ഞാൻ? சாமி, இதுக்கு எத்தனை ரூபா வேணாலும் நான் செலவழிக்கேன். உங்களுக்கு புது வீடே கெட்டித்தாரேன். உங்களுக்கு ഞാൻ കോയിൽ കെട്ടി വണങ്ങ്. എനിക്ക് ഞാൻ കല്യാണ ബ്രോക്കറാ? ഇറങ്ങി പോടാ. മേലാലിനി ഇങ്ങോട്ട് വരരുത്. ചൊല്ലുങ്ങണ്ണേ. അമ്മേ, നിനക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചയച്ചതാ. അന്നെൻ്റെ മോൾക്ക് 1 വയസ്സ് പ്രായം. എൻ്റെ ഭാര്യ ആകെ തളർന്നു പോയി മുരുക. കാര്യം ബന്ധുക്കളെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ. കുമാരസ്വാമി വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് തോന്നി. അവള് കുമാരസ്വാമിയുടെ കാലിൽ വീണ് കരഞ്ഞപേക്ഷിച്ചു എന്നെ രക്ഷിക്കാൻ. ആദ്യമൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. എൻ്റെ പൊന്നുമോളുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. ഈശ്വരാ. എന്നിട്ട് അദ്ദേഹം എന്നെ രക്ഷിക്കാൻ നേറ്റു. 7 ദിവസം ഞാൻ ബോധമില്ലാതെ കിടന്നു. 8ാം ദിവസം ഞാൻ കണ്ണു തുറന്നു, സംസാരിച്ചു. കുമാരസ്വാമി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ മണ്ണടിഞ്ഞേനെ മുരുക. മോളെ, എന്താ മോളെ, എന്താ ഈ കാണിക്കുന്നേ? മോളെ, എന്താ ഇത്? നിന്റെ പേരെന്താടി? നിനക്കെന്റെ പേരറിയണം അല്ലേ? എന്താ മോളെ ഇത്? നീ എന്താ ഈ കാണിക്കുന്നേ? അടങ്ങി നിൽക്കാനാ പറഞ്ഞത്. മോളെ, മോളെ, നോക്ക്.
നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. നീ ആര്? നീ ദൈവമല്ലേ? നീ തന്നെ കണ്ടുപിടിക്ക്. നീ ആര്? കിഴക്കേ മഠത്തിലെ വാസന്തി. ക്ഷേത്രക്കുളത്തിലെ എല്ലാരും കൂടെ കൊന്നു തള്ളിയില്ലേ വാസന്തി. എനിക്ക് പ്രതികാരം ചെയ്യണം. പ്രതികാരം ചെയ്യാം. ഈ ശരീരം വിട്ടു പോണം. ഇല്ല, എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരു ശരീരം കൂടിയേ തീരൂ. ഈ ശരീരം വിട്ട് നീ പോയേ പറ്റൂ. ഇതെനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. കുമാരസ്വാമി, എന്നെ ഒന്നും ചെയ്യാനാവില്ല. ക്ഷമ പരിശോധിക്കല്ലേ വാസന്തി. ക്ഷമയില്ലടാ കുമാര. നിന്റെ മാന്ത്രിക ദണ്ഡിന്റെ ശക്തി പോയോടാ കുമാര. പിടിക്കേ. ഇല്ല. പിടിക്കേ. ഇല്ല. വാങ്ങ. ഇത് പിടി. ഇല്ല. വാങ്ങാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പോയിക്കോളാം. പോണം. ഇനി ഒരിക്കലും ഈ കുട്ടിയെ ശല്യപ്പെടുത്തരുത്. ഈ ശരീരം വിട്ട് ഞാൻ പോകാം. പകരം എനിക്കൊരു ശരീരം വേണം. നിനക്ക് വസിക്കുവാൻ ദേഹവുമില്ല, ഇടവുമില്ല. നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പൊയ്ക്കോ. ഇല്ലെങ്കിൽ 100 വർഷം നിന്നെ ഇരുട്ടിൽ തളച്ചിടും. വേണ്ട, ഞാൻ പോയിക്കോളാം. പോയേ പറ്റൂ. பரம்பொண்ணே, நம்ம சாமிக்கு இந்த அதிசய சக்தி எங்கே இருந்து கிடச்சி? സ്വാമിയുടെ ഗുരു ഹിമാലയത്തിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഒരു ഇടവപ്പാതിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് അമ്പലത്തിലെ ആൽമര ചുവട്ടിലാണ് സ്വാമി ആദ്യമായിട്ട് നാട്ടുകാർ കാണുന്നത്. അപ്പുറം സ്വാമിയെ കാണാനെത്തിയ ആളുകളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും പരിഹരിച്ചു. ശരി. കുറഞ്ഞ ദിവസം കൊണ്ട് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി മാറി. ഒരുത്തം മാത്രം സ്വാമി അംഗീകരിച്ചില്ല. അത് ആര് എന്താ കോയിൽ ദ്രോഹി? പലരക്കെടുക്കാരൻ മാധവനില്ലേ, അയാളുടെ മോള് ഇന്ദുവിന്റെ ഭർത്താവ് നിരീശ്വരവാദി. ബോംബെയിലായിരുന്നു. അവൻ ക്ഷേത്രത്തിൽ വന്ന് സ്വാമിയെ കള്ളസ്വാമി എന്ന് വിളിച്ചു. ബഹളം വെച്ചു. സ്വാമിയെ തല്ലാനും ഒരുങ്ങി. ആരും വിശ്വസിച്ചില്ല. പോലീസിൽ പരാതി കൊടുത്തു. സ്റ്റേഷനിൽ തെളിയാതെ കിടന്ന പല കേസുകളും സ്വാമി തെളിയിച്ചു കൊടുത്തു. പോലീസുകാർക്ക് വിശ്വാസമായി. അവർ സ്വാമിയുടെ ഭക്തരായി മാറി. അധികകാലം ഇന്ദുവിൻ്റെ ഭർത്താവിൻ്റെ നെകളിപ്പ് നടന്നില്ല. അയാൾ ക്ഷേത്രക്കുളത്തിൻ്റെ കരയിൽ രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടന്നു. അപ്പിടിത്താൻ വേണം. അവൻ പേരും ദ്രോഹിയല്ലവാ.
എടാ പരമാ, എന്താ ഇന്നലെ ഞാൻ ജയിലിലാകേണ്ടതായിരുന്നു. എന്തു പറ്റി? രാവിലെ ഞാൻ കിളയ്ക്കാനായിട്ട് ചെന്നു. മൺമട്ടി എടുത്ത് പൊക്കിയതും താഴെ ഒരാൾ കിടക്കുന്നു. ഓ, ആ ഭ്രാന്തൻ. അവൻ നാട്ടുകാർക്കൊക്കെ ഒരു വലിയ ശല്യമായല്ലോ ബാബുണ്ണ. അതൊരു പാവം മനുഷ്യനല്ലേ. സ്വാമിയോട് പറഞ്ഞ് ഒന്ന് നന്നാക്കാൻ നോക്ക്. ആ ശരി, ഞാൻ സംസാരിക്കണ. ആ ഡേ എഴുന്നേറ്റ് പോളെ. ആ വേണ്ട, അശുദ്ധി ഉണ്ടാക്കണ്ട. ആരാ മരിച്ചത്? ആരും മരിച്ചില്ല സ്വാമി. വീട്ടിലൊന്ന് വിളിച്ചു നോക്കൂ. ഓ, ഹലോ ഹലോ. അയ്യോ, എപ്പോ? അയ്യോ സ്വാമി, പോയി സ്വാമി, എൻ്റെ അമ്മ പോയി സ്വാമി. അയ്യോ അയ്യോ, 5 മിനിറ്റ് മുന്നേ മരിച്ചുപോയി സ്വാമി. എൻ്റെ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? കഴിഞ്ഞ ഇടവത്തിന് 98 വയസ്സ്. അയ്യോ, ആ, എത്രയും പെട്ടെന്ന് പോയി കർമ്മങ്ങൾക്കുള്ള ഏർപ്പാട് ചെയ്യൂ. ആ പിന്നെ 16 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അയ്യോ, എൻ്റെ അമ്മ പോയേ. അയ്യോ, എനിക്കിനി ആരുമില്ലേ. എൻ്റെ അമ്മ പോയേ. അയ്യോ, എൻ്റെ അമ്മ പോയേ. അയ്യോ അയ്യോ. പരമേട്ടാ, അയാൾക്ക് എന്താ പറ്റിയേ? അയാളുടെ അമ്മൂമ്മ മരിച്ചുപോയി. 98 വയസ്സേ ആയുള്ളൂ. ആ, ചായ തരാം. എടുക്ക്. ആത്മീയതയുടെ ഉന്നത കൊടുമുടിയിൽ എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ. അതിന് തടസ്സമാവുന്ന ഒന്നും വേണ്ട എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മീയതയുടെ ഉന്നത കൊടുമുടി കയറാൻ എനിക്കറിയില്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാ. അപ്പൊ ഈ ജന്മം എനിക്കൊരു അമ്മയാവാൻ കഴിയില്ലേ? തർക്കിക്കാനൊന്നും ഞാനില്ല. എന്റെ ആത്മീയ പാതയിൽ നീ ഒരിക്കലും ഒരു തടസ്സമാവില്ല എന്ന് എനിക്കറിയാം. സ്വാമി, 25-30 ലക്ഷം രൂപ കടമുണ്ട്. ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ. കിഡ്നി ദാനം നൽകിയാൽ 25-30 ലക്ഷം രൂപ തരാമെന്ന് ഒരാൾ ഏറ്റിട്ടുണ്ട്. ഞാൻ സമ്മതിക്കട്ടെ സ്വാമി? പ്രശ്നപരിഹാരം ഒന്നും തെളിയുന്നില്ല. പോയിട്ട് പിന്നെ വരൂ.
ശരി സ്വാമി. പൊയ്ക്കോളൂ. ആഹാ, മാധവേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇന്ദു നല്ല മിടുക്കിയായി. നമസ്കാരം സ്വാമി. നമസ്കാരം. മീനാക്ഷി, കുറച്ച് മധുരപലഹാരങ്ങളാ. ഇവിടെ കുട്ടികളൊന്നുമില്ല, ഇന്ദുവിനെ അറിയില്ലേ? കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, മുതിർന്നവർക്കും കഴിക്കാമല്ലോ. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. മാധവേട്ട ഇരിക്കേ. ഇന്ദുവിന് എങ്ങനെയുണ്ട് മാധവേട്ട? അതിന് നന്ദി പറയാനാ വന്നത്. അത്ഭുതം. ഇന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല. കുമാരസ്വാമിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സ്വാമി ഒരു കേസ് ഏറ്റെടുത്ത പൂർണ്ണ വിജയമായിരിക്കും. അക്കാര്യത്തിൽ ആർക്കാ സംശയം? ഈ നാട്ടിൽ ആർക്കാ സ്വാമിയെ കൊണ്ട് ഗുണമില്ലാത്തത്? പിന്നല്ലാതെ. അല്ലേ പരമു? പിന്നെ അങ്ങനെയല്ലേ? ആ സ്വാമി, ഇന്ദു ഇവിടെ നിൽക്കട്ടെ. ശരി, ഞാൻ പോയിട്ട് വരാം. പരമ, നാളത്തെ പൂജയ്ക്കുള്ള ലിസ്റ്റ് തരാം. ശരി സ്വാമി. പരമാ. ആ, നാളത്തെ പൂജയ്ക്കുള്ള ലിസ്റ്റാ. കുമ്പളങ്ങ 4 എണ്ണം. ആ, പിന്നെ തേങ്ങ ചുടലത്തേങ്ങ തന്നെ ആയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത് എൻ്റെ തെറ്റല്ല സ്വാമി. ഇന്ദു വന്നതൊരു പ്രധാന ആവശ്യമായിട്ടാ. അവൾക്ക് സ്വാമിയുടെ ശിഷ്യാവണമെന്നാ പറയുന്നേ. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവളൊരു പാവാ. ഇപ്പോഴത്തെ അവസ്ഥയിലൊരു ആശ്വാസമാവും. വളരെ ചെറുപ്പത്തിലെ വിധവയായി. ഒരു കണക്കിനത് നന്നായി. ഒരു വൃത്തികെട്ടവനായിരുന്നു അവളുടെ ഭർത്താവ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഒന്ന് സമ്മതിക്കുന്നേ. നോക്കാം. രക്ഷിക്കണം സ്വാമി, രക്ഷിക്കണം. അയൽവക്കക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല സ്വാമി. ഇന്നലെ ഒരു കോഴിത്തല കിട്ടി. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു തരത്തിലും. ആകെയുള്ള ഒരു ചെറിയ വീടാ, അതുകൂടെ പോയാ. ഒരുപാട് കഷ്ടപ്പെടുത്ത സ്വാമി, ഒരുപാട്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സ്വാമി. ആരെങ്കിലും കണ്ട, ഒരു ശബ്ദം കേട്ട ഉടനെ ഓടി വരും സ്വാമി. രാത്രി ഇന്നില്ല, പകലെന്നില്ല. എന്നെ രക്ഷിക്കണം സ്വാമി. നീ വീട്ടിൽ പോയി ഒരു നാളികേരം എടുത്ത് വീടിന്റെ 4 മൂലയും ഒഴിഞ്ഞ് ഇവിടെ കൊണ്ടുവാ. ഞാൻ നോക്കാം. ഇപ്പൊ പൊയ്ക്കോ. ശരി സ്വാമി. നിൽക്കേ. മീനാക്ഷി, എന്താ മുഖത്തൊരു സന്തോഷമില്ലായ്മ? ഏയ്, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആള് എന്താ എന്റെ മനസ്സ് മനസ്സിലാക്കാത്തെ? ഇത്രയേ ഉള്ളോ? നമുക്കൊരു കുഞ്ഞ് ജനിക്കാത്തതിന്റെ ദുഃഖമുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം മാറ്റുന്ന ആള് എന്താ എന്റെ ദുഃഖം മാറ്റാത്തെ? അമ്മയാകാതെ ഒരു സ്ത്രീയുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് ദുഃഖകരാ.
കാലവും സമയവും ഒത്തു വരുമ്പോൾ എല്ലാം നടക്കും. எங்க போய் விழுந்துட்டு வாரான். നടക്ക ഇങ്ങോട്ട് ബലം പിടിക്കാതെ നടടാ. വെളുത്ത കാട്ടാമ സീക്കിരം പോടാ. വാടാ ഇങ്ങോട്ട് കേട്ടാ. വാ ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട്. നടടാ. സീക്കിരം വാ. ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. പെടലിൽ അടിച്ചു നടടാ അങ്ങോട്ട്. ഇവൻ ഒരുത്തൻ. അടങ്ങി ഇരിടാ അവിടെ. എന്താടാ? ചാക്കടയിലെ പോയി കിടന്ന് തേക്ക് 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 അടങ്ങി ഇരുന്നോളാം. അളഹാന മൂഞ്ചി. വെള്ളം ഒഴിക്ക് ആ ഒഴുകി ഇങ്ങോട്ട്. ആ നന്നായിട്ട് അങ്ങോട്ട് തേക്കടാ തന്നിട്ട്. നിനക്ക് മിണ്ടാടാ. ചാക്കടയിലെ പോയി വിളിച്ചിട്ട് വന്നിരിക്കേ പന്നാട. ജനിച്ചപ്പോ മുതലുള്ള അഴുക്കുണ്ടല്ലോടാ. ബലം പിടിക്കാടാ. നീ എവിടുന്നാടാ വന്നത് നമ്മളെ കഷ്ടപ്പെടുത്താൻ? മാറിയിട്ട് വയ്യ. വെള്ളം ഒഴിച്ചോ മുഴുവൻ ഒഴിച്ചോ. ശരിക്കും ഇങ്ങോട്ട് തേക്കടാ. ഒഴുകി വെള്ളം ഒഴുകി. ആ നേരെ ഇരിക്കടാ അങ്ങോട്ട്. ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോ. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത മാനവരാശിക്ക് ഇന്ദുവതിയല്ല ആവശ്യം, മാതാ ബ്രഹ്മസ്വരൂപിണിയാണ്. മാതാ ബ്രഹ്മസ്വരൂപിണിയിലേക്ക് ഇന്ദുവതിക്കിനി അധിക ദൂരമില്ല. വെറ്റില ചെവിയിൽ വെച്ചോളൂ. എൻ്റെ മഹാഗുരുവിന് പ്രണാമം. അങ്ങാണെൻ്റെ ശക്തിയും വഴികാട്ടിയും. അങ്ങ് ലോകമറിയപ്പെടുന്ന ഒരു മഹാഗുരുവായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വലിയൊരാശ്രമം, ലോകത്തിൻ്റെ പല ഭാഗത്തും ആശ്രമത്തിൻ്റെ ബ്രാഞ്ചുകൾ, ഒട്ടനവധി അഗതി മന്ദിരങ്ങൾ, ലോകം മുഴുവൻ അങ്ങയുടെ ശിഷ്യഗണങ്ങൾ. എൻ്റെ മഹാഗുരു, അങ്ങയ്ക്കെൻ്റെ പ്രണാമം. എൻ്റെ പേര് ജോസഫ്. എനിക്ക് 52 വയസ്സായി. പണ്ട് എനിക്ക് നല്ല ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവളെ ഞാൻ നന്നായി പഠിപ്പിച്ചു, നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തു. അവളുടെ ഇളയത്തുങ്ങളെ കെട്ടിച്ചയച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ ബിസിനസ്സൊക്കെ മോശമായി. അവൾ പണ്ടൊരു ഇഷ്ടക്കാരനുണ്ടായിരുന്നു, അയാളുടെ കൂടെ പോയി. എനിക്കൊരു മകളുണ്ടായിരുന്നു, അവളെയും കൊണ്ടുപോയി. ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല സ്വാമി. അവൾ പൊക്കോട്ടെ, എൻ്റെ മകളെയെങ്കിലും എനിക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. നിന്റെ ആഗ്രഹം സഫലീകരിക്കും. നിന്റെ മകൾ നിന്നെ തേടി വരും. ഇപ്പൊ പൊയ്ക്കോളൂ. വലിയ ഉപകാരം സ്വാമി, രക്ഷിക്കണേ.
മകനെ കുമാര, നിങ്ങൾ ആരാ? എന്തു വേണം? ഒന്ന് കാണാൻ വന്നതാ. ഞാൻ ഇന്നിനി ആരെയും കാണുന്നില്ല. നിങ്ങൾ കാണണ്ട, എനിക്ക് കാണാമല്ലോ. ഇന്ന് പ്രശ്നഫലം പറയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ദേ കണ്ടില്ലേ, വിളക്കണഞ്ഞു. അപശകുനം. വിളക്ക് കത്തിയാൽ ഫലം പറയാമോ? അണഞ്ഞ വിളക്ക് കത്തുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ശകുനം മാറി, വിളക്ക് കത്തി. നിങ്ങൾ എന്നെ പരീക്ഷിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ മാജിക് ഒന്നും ഇവിടെ വേണ്ട. ആൾ ദൈവമായ നിങ്ങളെ ആർക്കാ പരീക്ഷിക്കാൻ ധൈര്യം? നിങ്ങൾ ആരാ? എന്തു വേണം? എല്ലാം സ്വയം അറിയുന്നവനല്ലേ നിങ്ങൾ. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണം. കലുഷിതമായ മനസ്സിൽ ശാന്തി ഉണ്ടാവില്ല. ഞാൻ പോയി വരാം. स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। ഗുരു തന്ന മന്ത്രം 1,00,000 ജപിച്ചു. ജപിച്ചു കഴിഞ്ഞതും ശരീരം വല്ലാതെ വിയർത്തു. ഹൃദയമിടിപ്പ് കൂടി. ഒരു തളർച്ച തോന്നി. നല്ല ലക്ഷണം. ഒരു സുഗന്ധം അനുഭവപ്പെട്ടോ? അതെ അതെ, ഒരു വല്ലാത്ത ഗന്ധം എന്നെ തഴുകിപ്പോയി. ആ, മാതാ ബ്രഹ്മസ്വരൂപിണിയിലേക്ക് ഇനി അധിക ദൂരമില്ല. ആധാരചക്രങ്ങളിലൂടെയാണ് പ്രാണൻ നിലനിന്നു പോകുന്നത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയ 6 ചക്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഒരു സ്വാമിക്ക് കഴിയണം. അന്യന്റെ ആധാരചക്രങ്ങളിൽ ഊർജം കൂട്ടാനും കുറയ്ക്കാനും ഒരു യോഗിക്ക് കഴിയും. ആ തലത്തിലേക്ക് ബ്രഹ്മസ്വരൂപിണി എത്തണം. എല്ലാം ഗുരുവിന്റെ അനുഗ്രഹം. സ്വാമി, കോവളത്ത് 5 ഏക്കർ വസ്തുവുണ്ട്. ബീച്ചിനടുത്താണ്. കച്ചവടം നടക്കുന്നില്ല. ഒന്ന് നടത്തി തരണം. നടന്നാൽ സ്വാമിക്ക് 3% കാണിക്ക വെച്ചു കൊള്ളാം. അത് തന്നെ 1 കോടി രൂപ വരും. ഞാൻ ആര്? റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറോ? ഒരുത്തന് കല്യാണം നടത്തി കൊടുക്കണം, ഒരുത്തന് കച്ചവടം നടത്തി കൊടുക്കണം. ഇറങ്ങി പോടാ. പോ. സ്വാമി, വേണ്ട. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ല. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം.
പിന്നെ 1 കോടി രൂപയാണ് സ്വാമി തട്ടിക്കളഞ്ഞത്. ഒരധ്വാനവും ഇല്ലായിരുന്നു. ഒന്ന് പ്രാർത്ഥിച്ച് നടത്തി കൊടുത്താൽ മതിയായിരുന്നു. വെരി ഈസി. ജോസഫിനെ 5 കോടി കമ്മീഷൻ കിട്ടുമ്പോൾ നമുക്ക് 1 കോടി കിട്ടുമായിരുന്നു. ജീവിതം മാറി മറിയുമായിരുന്നു. നമുക്കെന്തിനാ അർഹതയില്ലാത്ത കാശ് പരമേട്ടാ? അത് ശരിയാ. പിന്നെ കൈ കാശില്ലാത്തോണ്ടാ സ്വാമി ആഹാരം 2 നേരം ആക്കിയെന്നാ നാട്ടുകാർ പറയുന്നേ. രാവിലെ കരിക്കും വെള്ളവും പാലിൽ ഏത്തയ്ക്കാ കുറുക്കിയതും, രാത്രി അവലും കരിപ്പെട്ടി. നിങ്ങൾക്ക് 2 പേർക്ക് ഇത് മാത്രം കഴിച്ച് എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നേ? എൻ്റെ പൊന്നേ. 3 നേരം കഴിക്കുന്നവനെ രോഗിയാന്നാ സ്വാമി പറയുന്നേ. 4 നേരം കഴിച്ച് രോഗി ആയിക്കോട്ടെ, അത് മതി മീനാക്ഷി. പരമേട്ടൻ കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക. ശരിയാ. പരമ, ഒരു നാളികേരം എടുത്തോണ്ട് വരൂ. ശരി സ്വാമി. ഈ മന്ത്രം ഇന്നലെ എനിക്ക് ധ്യാനത്തിലൂടെ കിട്ടിയതാണ്. ഇത് വളരെ വളരെ പഴയ തമിഴാണ്. ഭോഗരാണ് ഇത് എനിക്ക് സ്വപ്ന ദർശനത്തിലൂടെ തന്നത്. മീനാക്ഷി, ഒരു തേങ്ങ എടുത്തേ. ഓ, സിദ്ധഭോഗനാർ, ചൈനക്കാർക്ക് ജ്ഞാനോദയം നൽകിയ മഹാമുനി. ആത്മീയ ഉണർവിനും ഷഡാധാരങ്ങളെ ഉറക്കിക്കിടത്താനും നശിപ്പിക്കാനും ഈ മന്ത്രം ഉപയോഗിക്കുന്നു. ഈ സ്വാമി എന്തിനുള്ള പുറപ്പാടാ? ഇത്രയും കാലം ഞാൻ സ്വാമിയുടെ കൂടെ നിന്നത് വെറുതെയാണെന്നാ തോന്നുന്നത്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ചില അപൂർവ മന്ത്രങ്ങളൊക്കെ ആ ഇന്ദുമതിക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു മാതാബ്രഹ്മസ്വരൂപിണി വന്നിരിക്കുന്നു. എല്ലാം കൈവിട്ടു പോകുന്നാ തോന്നുന്നത്. മീനാക്ഷി, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അതെല്ലാം പരമേട്ടന്റെ തോന്നല. ഞാൻ പറഞ്ഞു, പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പൂജ കഴിഞ്ഞോ? ഇല്ല, പൂജ കഴിഞ്ഞില്ല. എന്നാ അങ്ങോട്ട് ചെല്ലാൻ നോക്കൂ. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തുവാൻ കഴിയുമോ സ്വാമി? പിന്നെന്താ, വിളിച്ചു വരുത്താൻ മാത്രമല്ല, അനുയോജ്യമായ ഒരു ശരീരം കിട്ടിയാൽ പരകായ പ്രവേശം നടത്താനും കഴിയും. കാണിച്ചു തരാം. പരമോ, ഇവിടെ വന്നിരിക്കേ. വേണ്ട സ്വാമി, ഇരിക്കേ. എന്നെ കൊന്നതാ, കൊന്നതാ, എന്നെ കൊന്നതാ. അവര് തെളിവുകൾ നശിപ്പിച്ചു, അവര് തെളിവുകൾ നശിപ്പിച്ചു. 3 പേർ, 3 പോലീസുകാരാണവർ, 3 പോലീസുകാരവർ. എന്റെ അച്ഛനും അമ്മയും എന്നെ കാണാതെ നീറി നീറി മരിച്ചു. ഒരു നിയമത്തിലും എന്റെ കേസ് തെളിയിക്കാൻ പറ്റിയില്ല. എങ്ങനെയാ കൊന്നത്? എന്നെ കൊന്നത് ഉലക്ക കൊണ്ടുരുട്ടി ക്രൂരമായി മർദ്ദിച്ച് ശരീരത്തിലെല്ലാം സൂചികൾ കുത്തിക്കയറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയി പഞ്ചസാര ഇട്ട് മൂടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. എനിക്ക് വയ്യ, എനിക്ക് വയ്യേ, എനിക്ക് ഈ ലോകം കാണണ്ട, എനിക്ക് ഈ ലോകം കാണണ്ട. എന്തിനാ നിന്നെ കൊന്നത്? അത് ഞാന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുമായി സ്നേഹത്തിലായി. അവളുടെ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമല്ലായിരുന്നു. പല പ്രാവശ്യം അവര് ഞങ്ങളെ അകറ്റാൻ നോക്കി. അവളും അതിന് തയ്യാറായില്ല. അയ്യോ, ഞാനില്ലെങ്കിൽ അവള് മരിക്കുമെന്ന് പറഞ്ഞു.
എന്നിട്ടവൾ മരിച്ചോ? ഇല്ല, അവളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. അവര് സന്തോഷമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ. അതാണ് എനിക്കും ഇഷ്ടം. എന്താ പിണക്കമാണോ? വീട്ടിലൊരു അതിഥി വന്നാൽ ഇരിക്കാൻ പറയാമായിരുന്നു. നിങ്ങളെ ഇവിടേക്ക് ആരാണ് ക്ഷണിച്ചത്? ക്ഷണിക്കാത്ത അതിഥിയാണ് നിങ്ങൾ. ക്ഷണിക്കാത്ത അതിഥിയാണെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ? ഒന്നേ ഉള്ളൂ, അത് മരണമാണ്. നിങ്ങളോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. നിങ്ങളോളം മാജിക്കും എനിക്കറിയില്ല. അപ്പോ മാജിക്ക് അറിയാം എന്ന് സാരം. നിങ്ങളെ ആർക്കും തർക്കിച്ച് ജയിക്കാനാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അംഗീകരിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുമ്പോൾ അവിടെ തർക്കമുണ്ടാവുന്നു. പരാജയപ്പെടുമെന്ന് ബോധ്യമായാലും ധീരനായ പടയാളി പൊരുതി നിൽക്കാറാണ് പതിവ്. നിങ്ങൾ അടുത്തു വരുമ്പോൾ എൻ്റെ ശക്തി, ബുദ്ധി, യുക്തി എല്ലാം നഷ്ടമാവുന്നു. നിങ്ങളെ അറിയുവാൻ ഞാൻ നേടിയ ജ്ഞാനം ഒന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആരാണെന്ന് നിനക്ക് കണ്ടുപിടിക്കാനായില്ലല്ലേ? എന്നെ ഭ്രാന്തനാക്കാതെ പോകൂ. ഞാൻ വരുമ്പോഴൊക്കെ എന്നെ ആട്ടിപ്പായിക്കുകയാണല്ലോ. നിന്റെ ഷഡാധാരങ്ങളെ നിന്റെ ശിഷ്യ ബന്ധിക്കും. നിന്റെ കാൽച്ചൂട്ടിലെ ഓരോ മൺതരിയും ഒലിച്ചു പോകും. നീ അല്ലാതാവും. എന്തുപറ്റി? എന്താ? കുമാരാ, നീ പേടിച്ചു അല്ലേ? മനഃപൂർവ്വം പേടിപ്പിക്കാൻ ശ്രമിച്ച ആരാണ് പേടിക്കാത്തത്? ആൾ ദൈവത്തിനും പേടിയോ? നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങൾ എന്തിനാണ് എന്റെ പിറകെ നടക്കുന്നത്? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം താ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിങ്ങൾ എന്റെ ദൈവമൊന്നും അല്ലല്ലോ. അതെ, ഞാൻ ദൈവമാകുന്നു. ദൈവമോ? ദൈവത്തിന്റെ കോലം കണ്ടില്ലേ? അതിന് ദൈവത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്താ ഉത്തരമില്ലേ? ഞാൻ എന്തിന് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകണം? ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും അണ്ടകടാഹത്തിലില്ല. എന്തിന് നിന്റെ സതീർത്ഥ്യനെ കൊന്നു? നിർത്ത്! ക്ഷോഭിക്കണ്ട കുമാര. സത്യം ഇരുട്ടാണ്. അധികകാലം മറച്ചുവെക്കാനാകില്ല. നിങ്ങളൊരു വൃക്ക ദാനം ചെയ്തിരുന്നു. 2 ലക്ഷം രൂപ മുറിയിൽ സൂക്ഷിച്ചിരുന്നില്ലേ? ആത്മമിത്രം അത് മോഷ്ടിച്ചോണ്ടുപോയി. സഹോദരിയുടെ വിവാഹം മുടങ്ങി. സഹോദരി ആത്മഹത്യ ചെയ്തു. കൂട്ടുകാരനെ തിരക്കി നീ നാട്ടിൽ പോയി. ആരും അറിയാതെ പകരം വീട്ടി. നിങ്ങൾ ആരാണ്? സിഐഡി ആണോ? നിങ്ങൾക്ക് എല്ലാം അറിയാലോ. അല്ല, ഞാൻ ദൈവമാകുന്നു. എല്ലാം അറിയുന്നവൻ. അഞ്ച് കത്തിക്കുത്ത്, 6 കിഡ്നാപ്പിംഗ്,
3 വാഹനങ്ങൾ നടു റോഡിലിട്ട് ജനങ്ങൾ നോക്കി നിൽക്കെ കത്തിച്ച്. എന്നിട്ടും ആർക്കും എന്നെ ഒരു പേടിയില്ല സ്വാമി. സ്വാമി, എന്താ നിന്റെ പേര്? പേര് അതാണ് എൻ്റെ പ്രശ്നം. ഗോവിന്ദൻകുട്ടി. എൻ്റെ അമ്മ ചെയ്തൊരു ചതി. അവരുടെ അച്ഛൻ ആ മുതുക്കളവൻ്റെ പേരെടുത്ത് എനിക്കങ്ങ് വെച്ച്. ഗോവിന്ദൻകുട്ടി എന്ന പേര് കേട്ട ഒരു പട്ടിക്ക് പോലും പേടിയില്ല. ആൾക്കാർ കേട്ടാ ഞെട്ടണം. ആരും എൻ്റെ അടുത്ത് വരരുത്. സ്വാമി, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അറിയപ്പെടുന്ന പേരുള്ളൊരു ഗുണ്ടയായി മാറണം സ്വാമി. ആളുകൾ പേടിക്കണം. നിന്റെ അടുത്ത് ആരും വരരുത്. പേര്, നിനക്ക് പേര് ഞാൻ തരാം. വൈറസ്, കൊറോണ. കൊള്ളാം സ്വാമി, അത് മതി അത് മതി. കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചുപോയി. കൊറോണ. സ്വാമി അനുഗ്രഹിക്കണേ സ്വാമി. സ്വാമി, എന്റെ ഷഡാധാരങ്ങൾ ബന്ധിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ല. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയതിൽ എനിക്ക് ദുഃഖവുമില്ല. ഞാനല്ലാതായി തീർന്നതിൽ സങ്കടവുമില്ല. അവസാനം ഞാൻ അങ്ങയിൽ എത്തിച്ചേർന്നല്ലോ. ഒന്നും ഒരിടത്തും അവസാനിക്കുന്നില്ല, എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. സ്വാമി, ആളുകൾ കാത്തു നിൽക്കുന്നു. മറ്റുള്ളവരെ വിഷമിപ്പിക്കാതൊന്ന് ഇറങ്ങി വരൂ. കുമാരസ്വാമിക്ക് ഒറ്റ വാക്കേയുള്ളൂ, ഇനി ഒന്നിനും ഞാനില്ല. വന്നവരോടെല്ലാം പോകാൻ പറയും.
കുഴപ്പമൊന്നുമില്ലല്ലോ? സാരമില്ല, വരട്ടെ. ഒരു ദുഃഖം ഉള്ളിലടക്കി ആരും അറിയാതെ സൂക്ഷിക്കുന്നു അല്ലേ? ഇതുവരെ അമ്മയാകാത്തത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു അല്ലേ? വിഷമിക്കണ്ട, ഉടനെ ദുഃഖത്തിന് പരിഹാരമുണ്ടാവും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇതെങ്ങനെ? കാലത്തിന്റെ തീരുമാനം മാറ്റാൻ ആർക്കും കഴിയില്ല. സമയത്തിനും കാലത്തിനും അനുസരിച്ച് എല്ലാം നടക്കും. പനി കുറയുന്നില്ലല്ലോ. ഞാൻ കഷായം എടുത്തിട്ട് വരാം. കുമാര, ഭയം നിന്നെ തളർത്തിയിരിക്കുന്നു. എല്ലാവരെയും രക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്ന നിന്നെ ആര് രക്ഷിക്കാൻ? നിനക്ക് എന്നെ തേടി വന്നേ പറ്റുകയുള്ളൂ. ഞാനത് മനസ്സിലാക്കി പ്രഭോ. ഭൗതിക ജീവിതത്തിൽ എനിക്ക് പറ്റിയത് മഹാ അപരാധമായിരുന്നു. എന്നെ നിരാലംബനാക്കിയവനെ എനിക്ക് കൊല്ലേണ്ടി വന്നു. സൃഷ്ടിയും സംഹാരവും മനുഷ്യധർമ്മമല്ല. എന്നെ തളർത്തിയത് ഞാൻ കാരണം വിധവയാവേണ്ടി വന്ന ഇന്ദുവതിയാണ്. ഇന്ദുവതിക്ക് ബ്രഹ്മജ്ഞാനം നൽകാൻ നീ നിയോഗമാകേണ്ടി വന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ്. എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു പ്രഭോ? എന്റെ കർമ്മം നീ എന്തിനേറ്റെടുത്തു? എനിക്കറിയില്ല പ്രഭോ. മാനവന്റെ ദുഃഖങ്ങളെ മാറ്റാനും സന്തോഷം പ്രദാനം ചെയ്യാനും നിനക്കാരാണ് അവകാശം തന്നത്? അതെനിക്കു മാത്രമാണ്. മാനവന്റെ ദുഃഖങ്ങളെ മാറ്റാനും സന്തോഷം പ്രദാനം ചെയ്യാനും നിനക്കാരാണ് അവകാശം തന്നത്? അതെനിക്കു മാത്രമാണ്. സ്വാമി, 2 ദിവസമായി പൂജകളെല്ലാം മുടങ്ങിയിരിക്കുന്നു. അങ്ങയെ കാണാനും കഴിയുന്നില്ല. മീനാക്ഷിയും വലിയ ദുഃഖത്തിലാണ്. എന്താണ് അങ്ങയുടെ പ്രശ്നം? എന്നോടെങ്കിലും ഒന്ന് പറയൂ. മനസ്സിന്റെ കടിഞ്ഞാൻ എന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്നെ തന്നെ വെറുപ്പായിരിക്കുന്നു. എന്താണ് അതിന് കാരണം? കാരണങ്ങൾ പലതാവാം. പരിഹാരമില്ലാത്തതായി ഒന്നുമില്ലെന്നല്ലേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം തെറ്റായിരുന്നു. അങ്ങനെ പറയാതിരിക്കൂ. അങ്ങ് തന്നെയാണ് ശരി. എന്ത് ശരി? ഇന്ദുവിനെ വിധവയാക്കിയത് ഞാനാണ്. എന്താണ് പറഞ്ഞത്? ഈ കരങ്ങളാണ്
അവനെ കൊന്നത് ചന്ദ്രമോഹനെ, ഇന്ദുവിന്റെ ഭർത്താവിനെ. എന്തിന്? അവൻ കാരണമാണ് എന്റെ അനുജത്തിയുടെ കല്യാണം മുടങ്ങിയത്. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് വേണ്ടി കിഡ്നി വിറ്റ കാശ് അവൻ മോഷ്ടിച്ചു. അവനെ കൊല്ലാതെ എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. മതി, ഇനി ഒരു ന്യായീകരണവും വേണ്ട. നിയമത്തിന് പിടികൊടുക്കാതെ കുറെ പേരെ കണ്ണീരിൽ അഴുത്തിയിട്ട് വലിയ ആൾദൈവമായിട്ട് അഭിനയിക്കുകയാണല്ലേ? നിങ്ങളോട് കാലം കണക്ക് ചോദിക്കും. കാത്തിരിക്കു കുമാരസ്വാമി. നാഗലോകത്ത് നിന്നും നാഗത്തറയിൽ വന്നു വാണിടും നാഗദേവാ കൈതൊഴുന്നേ. നാഗലോകത്ത് നിന്നും നാഗത്തറയിൽ വന്നു വാണിടും നാഗദേവാ കൈതൊഴുന്നേ. നാഴികതോറും വ്യാധി ആഴിതന്നാഴമായി താഴുന്ന ഏഴകളെ കാക്കേണമേ. എവിടെ നീ? എന്റെ ചിന്തകളുടെ നെരിപ്പോടിൽ തീക്കനൽ വാരിയിട്ടിട്ട് എവിടെ ഒളിച്ചിരിക്കുന്നു? ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും ഈ അണ്ടകടാഹത്തിലില്ലെന്ന് നീയല്ലേ പറഞ്ഞത്? എനിക്ക് ചോദ്യങ്ങളുണ്ട്, ഉത്തരം താ. ക്ഷണിക്കാത്ത അതിഥിയാണ് മരണമെങ്കിൽ ആ അതിഥിയെ ഞാൻ ക്ഷണിക്കുന്നു. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ വാ. ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പഞ്ചഭൂതങ്ങളൊന്നായി കാവലായി നിൽക്കും കാവിൽ പഞ്ചമീ വ്രതം നോറ്റു നിൽക്കുമ്പോൾ അഞ്ജലി കൂപ്പി ഞങ്ങൾ കേഴുന്നു ജീവനാഥ. പഞ്ചാഗ്നിയിലമരാതെ രക്ഷയേകൂ. എവിടെയാണ് നീ? എന്റെ ചോദ്യത്തിന് ഉത്തരം താ. ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും ഈ അണ്ടകടാഹത്തിൽ ഇല്ല. നിനക്ക് ഞാൻ ഉത്തരം തരാം. നെഞ്ചിലെ പുള്ളോർക്കുടം മീട്ടി ഞാൻ പാടും പാട്ടിൽ മഞ്ഞൾ പ്രസാദഗന്ധം ചാർത്തുമ്പോൾ സങ്കടഹരനാഥ സങ്കടം തീർക്കൂ ദേവ സന്തത
മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. മൂലാധാരം, മണിപൂരകം, വിശുദ്ധി. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, വിശുദ്ധി. പ്രകൃതിക്ക് നിയതമായ നിയമവും ഗണിതവുമുണ്ട്. മനുഷ്യനത് മാറ്റം വരുത്താൻ അവകാശമില്ല. ഒന്നും മനുഷ്യൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. അവനെ ബലഹീനനാക്കുന്നത് ആരാണ്? ദൈവത്തെ കുറ്റം പറയുകയാണ്. ദൈവം പരാജയപ്പെടുമ്പോൾ മനുഷ്യൻ അതിജീവനത്തിനായി ശ്രമിക്കുന്നത് തെറ്റാണോ? വീണ്ടും ദൈവത്തെ കുറ്റം പറയുന്നു. ദൈവത്തെ വിശ്വസിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. വിശ്വാസികൾ ദൈവത്തെ വികൃതമാക്കരുത്. മനുഷ്യൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നത് എങ്ങനെ വികൃതമാകും? വിധിയെ മാറ്റാൻ നീയും ശ്രമിച്ചാൽ നിന്റെ കാൽച്ചുവട്ടിലെ ഓരോ മൺതരിയും ഒലിച്ചു പോകും. നീയും നീയല്ലാതാവും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ